വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതിയെ ഫോൺ ചെയ്യുകയാണ് സുസ്മിത. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ തലതല്ലി പൊളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു, പിന്നെ തലവേദനയോ മറ്റോ ആയിട്ട് കിടക്കുകയാണെന്ന് കരുതിയാണ് ഞാൻ വിളിക്കാഞ്ഞത് എന്നൊക്കെ. അന്നേരം എൻ്റെ ശരീരത്തിൽ അവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് വസുമതി പറയുകയാണ്. എന്നിട്ട് വസുമതി പറയുന്നുണ്ട്, നിനക്ക് അതത്ര സുഖമുള്ള വാർത്തയല്ലെന്ന് എനിക്കറിയാം, കഴുത്തിൽ അവനെ കൊണ്ട് താലി കെട്ടിക്കാനായിട്ട് നീ നടക്കുകയല്ലേ എന്ന്. അന്നേരം അതെന്തിനാണെന്ന് ആൻറ്റിക്ക് അറിയാമോ? 2 വട്ടം ഖദർ മണ്ഡപത്തിൽ വെച്ച് വിവാഹം മുടങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. അതിൻ്റെ പ്രതികാരമാണ് എനിക്ക് എൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ച ശേഷം അവനെ എൻ്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്ക് എനിക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരവും സുസ്മിതയെ വിശ്വസിക്കാതെ വസുമതി പറയുന്നുണ്ട്, അതിപ്പോൾ നിന്നെ ആര് കല്യാണം കഴിച്ചാലും അവൻ്റെ ഗതി ഇപ്പോൾ അത് തന്നെ ആയിരിക്കുമെന്ന്. അന്നേരവും ചിരിച്ചുകൊണ്ട് സുസ്മിത ചോദിക്കുകയാണ്, ആൻറ്റി ഇപ്പോഴും എൻ്റെ എന്തിനാണ് ശത്രുപക്ഷത്തിൽ കാണുന്നത്? ശത്രുപാളയത്തിലെ ഒരു ആളുള്ളത് നല്ലതല്ലേ? ആൻറ്റിക്ക് എന്തുമാത്രം വിവരങ്ങളാണ് ഞാൻ ചോർത്തി തന്നിട്ടുള്ളതെന്ന്. എന്നിട്ട് ഇനിയൊന്നും എനിക്ക് സംസാരിക്കാനില്ല, ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അന്നേരം നീ വിളിച്ച കാര്യം കൂടി പറയ് എന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം ഇതിപ്പോൾ അമ്മയുടെ തല തല്ലിപ്പൊളിച്ച ആളിനെ ജാമ്യത്തിലെടുക്കാനായിട്ട് ഒരു മകൻ തന്നെ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പിന്നെ ഒരു ജോലിയുടെ ഭാഗമാണെന്നൊക്കെ അറിയാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ജാമ്യം എടുക്കാതിരുന്നത്. നാളെ വിഷ്ണുവേട്ടനെ എന്തായാലും ജാമ്യത്തിലെടുക്കും എന്ന് ശാലിനിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് അർജുൻ ശങ്കർ ആണ് എന്ന് സുസ്മിത പറയുമ്പോൾ അങ്ങ് ദേഷ്യത്തോടെ കസേരയിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് വസുമതി. അവനെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് രോഷം കൊള്ളുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, ഇപ്പോഴല്ല ആൻറ്റി, ഒന്ന് സമാധാനപ്പെട്. ഇപ്പോൾ അർജുനെ വിളിച്ച് ചോദിച്ചാൽ അവരെ വേറെ വക്കീലിനെ ഏർപ്പാടാക്കും. ഇപ്പോഴല്ല, അതിന് സമയം വരും എന്ന് പറഞ്ഞിട്ട് തൻ്റെ മനസ്സിലുള്ള പ്ലാനൊക്കെ വസുമതിയോട് സുസ്മിത പറയുകയാണ്. തുടർന്ന് എല്ലാം കേട്ട ശേഷം ഇതുകൊണ്ട് നിനക്കെന്താടി ലാഭമെന്ന് വസുമതി ചോദിക്കുന്നുണ്ട്. അന്നേരം ആൻറ്റിയുടെ പക്ഷത്ത് ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്ന് സുസ്മിത പറയുകയാണ്. എങ്കിൽ ശരി, നീ വച്ചോ, ബാക്കി സീനെല്ലാം നാളെ പോലീസ് സ്റ്റേഷനിലെന്ന് ദേഷ്യത്തോടെ വസുമതി പറയുന്നു. തുടർന്ന് ഫോൺ വെച്ച ശേഷം സുസ്മിത മനസ്സിൽ പറയുന്നുണ്ട്, എലിക്ക് വെച്ച കെണിയിൽ സത്യഭാമയെ പുലിയായ നിങ്ങളാണ് പെടാൻ പോകുന്നത്. എനിക്ക് ഇതല്ലാതെ വേറെ നിവർത്തിയില്ല. ഇതും കൂടി ആയാലേ നിങ്ങൾ പൂർണ്ണമായിട്ടും ശാലിനിയുടെ നേരെ തിരിയുകയുള്ളൂ എന്ന്. അങ്ങനെ ആലോചിച്ച് സുസ്മിത മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ CI സഹദേവൻ കോൺസ്റ്റബിളോട് പറയുന്നുണ്ട്, പ്രതിയെ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറക്ക്, കോടതിയിൽ ഹാജരാക്കണമെന്ന്. അതനുസരിച്ച് കോൺസ്റ്റബിൾ അയ്യപ്പൻ നായർ സഹദേവന്റെ അടുത്തേക്ക് വിഷ്ണുവിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് അർജുൻ്റെ വണ്ടിയിൽ ശാലിനിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. തുടർന്ന് വിഷ്ണുവിനെ കണ്ട് ശാലിനി ഓടി ചെല്ലുന്നുണ്ട്, വിഷ്ണുവേട്ടാന്നും പറഞ്ഞ്. അങ്ങനെ ശാലിനിയെ കണ്ട സ്നേഹത്തോടെ വിഷ്ണു നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അർജുൻ കസേരയിലേക്ക് ഇരുന്ന ശേഷം, ഞാൻ അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ, ഇനി കോടതിയിലേക്ക് പോകണമെന്നില്ല, ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. വിഷ്ണുവിന് ജാമ്യം അപേക്ഷിച്ചു, ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതാ പേപ്പറെന്നും പറഞ്ഞ് അർജുന് നീട്ടുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സാറേ എല്ലാ ദിവസവും ഞായറാഴ്ചയല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ് ജാമ്യം കിട്ടിയെന്ന്. ഈ ടൈമിൽ തന്നെ കാറിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് വസുമതിയും ചിത്രയും പിന്നെ പ്രീതിയും. വസുമതിയും ചിത്രയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പ്രീതി ബാക്ക് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് അകത്ത് സഹദേവൻ ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുന്നതെന്ന്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ കാണിച്ച ഒരു അതിബുദ്ധി തിരിച്ചടിച്ചതാണ്. കോടതി അവധിയുള്ള ദിവസം നോക്കി നിങ്ങൾ വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തു, പക്ഷേ പോലീസ് രേഖകളിലൊന്നും നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ലോക്കപ്പിൽ ഇടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു ദിവസം ലോക്കപ്പിലിടാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ബുദ്ധിയല്ലേ. പിന്നെ ഇപ്പോൾ സത്യഭാമയുടെ മകൻ വിഷ്ണു സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്, ശത്രുക്കൾ ധാരാളം ഉള്ളത് കൊണ്ട് അവൻ ജാമ്യത്തിന് കോടതിയിലേക്ക് അപേക്ഷിച്ചു, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്ന് അർജുൻ പറയുകയാണ്. സാർ ഇത് വാങ്ങണമെന്നും പറഞ്ഞ് ആ ജാമ്യം പേപ്പർ സഹദേവന് നേരെ നീട്ടുമ്പോൾ പിന്നിൽ നിന്നും വസുമതി വന്ന് അവൻ്റെ ഒരു ജാമ്യം കോപ്പും എന്നും പറഞ്ഞ് അതങ്ങ് വലിച്ച് കീറിക്കളയുകയാണ്. അന്നേരം അമ്മേ നോ എന്നൊക്കെ അർജുൻ വിളിക്കുന്നുണ്ട്. ആൻറ്റി പ്ലീസ് എന്നൊക്കെ ശാലിനിയും പറയുകയാണ്. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതേ പള്ളിയിൽ പോയി പറയടാ, പിന്നെ കേസില്ലെങ്കിൽ ഈ കോട്ടൊക്കെ എടുത്ത് വയലിൽ കോലമായിട്ട് വയ്ക്ക് എന്ന് അമ്മയുടെ തലതല്ലി പൊളിച്ചവനെ നീ എന്തിനാ ജാമ്യത്തിൽ എടുക്കുന്നതെന്നും പറഞ്ഞ് വസുമതി ആകെ അങ്ങ് ചൂടാവുകയാണ് വിഷ്ണുവിനോട്. അന്നേരം CI സഹദേവൻ ഇതൊക്കെ കണ്ടങ്ങ് സന്തോഷമാകുന്നുണ്ട്. വിഷ്ണുവിനും ശാലിനിക്കും ആകെ സങ്കടമാവുകയാണ്. അന്നേരം ചിത്ര ചോദിക്കുന്നുണ്ട്, ഏട്ടന് നാണമില്ലേ ഇവർ ഇങ്ങനെയുള്ളവരെയൊക്കെ ജാമ്യത്തിൽ എടുക്കാനെന്ന്. അന്നേരം ചിത്രയെ, നീ ഇതിൽ ഇടപെടരുത്, ഇതെൻ്റെ പ്രൊഫഷനാണ് എന്ന് പറഞ്ഞ് ചിത്രയെ അടക്കി നിർത്തുകയാണ് അർജുൻ.
ദേ ഇവളും നിന്റെ ഭാര്യയുമൊക്കെ എൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടാണ്. പിന്നെ നീ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ശത്രു മകനായിട്ട് ജനിച്ചു എന്ന് ഞാൻ കരുതിക്കൊള്ളാമെന്ന് അർജുനോട് വസുമതി പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, ആൻറ്റി സംഭവിച്ചത് എന്താണെന്ന് ആൻറ്റിക്കും എനിക്കും എല്ലാവർക്കും അറിയാം. ഒരു ചെറിയ പ്രശ്നത്തിനെ ഇങ്ങനെ ഊതി വീർപ്പിക്കാൻ നോക്കരുതെന്ന്. അന്നേരം ചെറിയ പ്രശ്നമാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ഇവൻ അടിച്ചപ്പോൾ എൻ്റെ മർമ്മത്തിലെങ്ങാനും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും നീ ഇത് തന്നെ പറയുമായിരുന്നു എന്നും പറഞ്ഞ് വീണ്ടും ഒരു വാക്ക് തർക്കത്തിന് വസുമതി തുടരുന്നുണ്ട്. അന്നേരം ഞാനും ആൻറ്റിയും സംസാരിച്ചാൽ എങ്ങും എത്തില്ല എന്ന് പറഞ്ഞിട്ട് സഹദേവനോട് പറയുകയാണ്, വിഷ്ണുവേട്ടൻ്റെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ സാറിന് കിട്ടിയില്ലേ, വിഷ്ണുവേട്ടനെ വിട്ടയക്കണമെന്ന് സഹദേവനോട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം കൈമലർത്തി കാണിച്ച് സഹദേവൻ പറയുകയാണ്, അതിന് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ മാഡം എന്ന്. തുടർന്ന് സഹദേവൻ പറയുകയാണ്, നിങ്ങളൊരു പേപ്പർ കൊണ്ടുവന്നു, അതിന് ജാമ്യ ഓർഡറാണോ അതോ നിങ്ങളുടെ വീടിൻ്റെ കരമടച്ച റെസിപ്റ്റ് ആണോ എന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന്. അന്നേരം ഓഫീസർ അത് ജാമ്യം ഓർഡർ തന്നെയായിരുന്നു എന്ന് അർജുൻ പറയുകയാണ്. അന്നേരം സ്വന്തം അമ്മ പോലും വിശ്വസിക്കാത്ത നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും വക്കീലേ എന്നും പറഞ്ഞ് സഹദേവൻ അർജുനെ കളിയാക്കുന്നുണ്ട്. ഇതേ സമയവും സഹദേവനെ അങ്ങ് രൂക്ഷമായിട്ട് നോക്കുകയും എന്തോ മനസ്സിൽ തീരുമാനിക്കുകയും ഒക്കെ വിഷ്ണു ചെയ്യുന്നുണ്ട്. ആ മുഖഭാവത്തിലൂടെ അതറിയാം. തുടർന്ന് കോൺസ്റ്റബിളിനോട് സഹദേവൻ പറയുകയാണ്, ഇവനെ കൊണ്ടുപോയി സെല്ലിലടയ്ക്ക് കുറച്ച് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കാമെന്ന്. എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി ജാമ്യ ഓർഡറിൻ്റെ പകർപ്പുമായിട്ട് വാ, എന്നിട്ട് ഇവനെ വിടാമെന്ന്. അന്നേരം വിഷ്ണുവേട്ട ഒന്നും പേടിക്കണ്ട, ഉടനെ ജാമ്യത്തിൽ ഇറങ്ങാമെന്ന് വിഷ്ണുവിനോട് ശാലിനി ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരവും അത് ശ്രദ്ധിക്കാതെ അങ്ങ് സഹദേവനെ നോക്കി എന്തോ മനസ്സിലിട്ട് ആലോചിക്കുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനി അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങുകയാണ്. അതേസമയം അർജുൻ കൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വസുമതി അർജുനെ തടയുന്നുണ്ട്. അന്നേരം സഹദേവൻ പറയുകയാണ്, വസുമതി കുഞ്ഞമ്മേ, വക്കീലിനെ അങ്ങ് വിട്ടേരെ, അത് അയാളുടെ പ്രൊഫഷനാണെന്നല്ലേ പറഞ്ഞതെന്ന്. എന്നിട്ട് അർജുനോട് പറയുകയാണ്, നിങ്ങൾ എന്താ പറഞ്ഞത്? വിഷ്ണു കോടതി കാണില്ലെന്നോ? അവൻ കോടതി കാണുകയും ചെയ്യും, ജയിലിൽ കിടന്ന് നിരങ്ങുകയും ചെയ്യും, അതിനു മുന്നേ ഇവിടെ സെല്ലിൽ കുറച്ച് സമയം കൂടി കിടക്കുകയും ചെയ്യുമെന്ന്. അന്നേരം ദേഷ്യത്തോടെ സഹദേവന്റെ അടുത്തേക്ക് വന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, ഇതിനുള്ള മറുപടി ഞാൻ ഇവിടെ വെച്ചല്ല പറയുന്നത്, കോടതിയിൽ വെച്ചായിരിക്കുമെന്ന്. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കളിയാക്കി അർജുനെ തൊഴുകയാണ് സഹദേവൻ. തുടർന്ന് അർജുൻ അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന ശാലിനി അങ്ങ് സങ്കടപ്പെട്ട് സ്റ്റേഷന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇതേസമയം കാറിലിരിക്കുന്ന പ്രീതി ശാലിനി നോക്കുന്നുണ്ട്. പക്ഷെ ശാലിനി കാറിനകത്തിരിക്കുന്ന പ്രീതിയെ കാണുന്നില്ല. തുടർന്ന് മുറ്റത്ത് നിൽക്കുന്ന ശാലിനി അർജുനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം വളരെ പ്രയാസമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മുൻകൂർ ജാമ്യത്തിൻ്റെ പകർപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനിടയിൽ അയാൾ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുൻകൂർ ജാമ്യത്തിന് ഒരു വിലയുമില്ല. പിന്നെ അയാൾക്ക് 24 മണിക്കൂർ കൂടി സമയം കിട്ടും. അതിനിടയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഒരു രാത്രി കൂടി വിഷ്ണുവിനെ ലോക്കപ്പിൽ കിടത്താനായിട്ട് സഹദേവന് സാധിക്കും. അയാൾ കരുതിക്കൂട്ടി തന്നെയാണ് കളിക്കുന്നത് എന്ന് അർജുൻ ശാലിനിയോട് പറയുമ്പോൾ ആകെ അങ്ങ് സങ്കടം വരികയാണ് ശാലിനിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ ശാലിനി നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കാറിലിരുന്ന് പ്രീതി കാണുന്നുണ്ട്. അയാളിനി വിഷ്ണുവിനെ എപ്പോഴും കോടതിയിൽ ഹാജരാക്കുമെന്നും പറയാൻ പറ്റില്ല. നമുക്ക് കോടതിയിൽ പോയി വെയിറ്റ് ചെയ്യാം, അതുവരെ കാത്തിരിക്കാനേ നമുക്ക് കഴിയൂ, വാ നമുക്ക് കോടതിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് അർജുൻ ശാലിനിയും കൂട്ടി വണ്ടി എടുത്ത് പോവുകയാണ്. ഇതൊക്കെ പ്രീതി അകത്തിരുന്ന് സങ്കടത്തോടെ നോക്കി കാണുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്